ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 19-ാം തിരുവചനം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും സന്ദേശം പ്രസംഗിച്ച യോഹന്നാനെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും രക്ഷയുടെയും സുവിശേഷം പ്രസംഗിച്ച യേശുവിനെയും ചെവിക്കൊള്ളുവാൻ അവിശ്വാസികളായ യഹൂദർക്ക് സാധിച്ചില്ല എന്ന് ഇന്നത്തെ വചനം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് യഹൂദരുടെ ഈ രീതിയിൽ ഈശോ കുറ്റപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ തിരുവചന ഭാഗം നമ്മുടെ ധ്യാന വിഷയമാക്കി യേശുവിൻ്റെ സന്ദേശങ്ങളോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് എന്ന് നമുക്കൊന്ന് വിലയിരുത്താം. സുവിശേഷം ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വചനത്തിൽ നിന്നും യഥാർത്ഥ സന്തോഷവും ആത്മീയ സ്വാതന്ത്ര്യവും അനുഭവിക്കുവാൻ നമുക്കാകുന്നുണ്ടോ? വചനം മാംസമായി ഭൂമിയിൽ അവതരിച്ചതിൻ്റെ ഓർമ്മയായ ക്രിസ്മസ് ദിനത്തിനായി നമ്മെ തന്നെ ഒരുക്കുവാൻ എളിമയുടെ മാർഗം നമുക്ക് സ്വീകരിക്കാം. വിനീത ഹൃദയമുള്ളവർക്ക് മാത്രമേ രക്ഷകനെ കാണാനും ആരാധിക്കാനും ഉള്ള ദൈവകൃപയും ജ്ഞാനവും ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ എല്ലാ ത്യാഗപ്രവൃത്തികളെയും യുവജനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ച് അവരിൽ ദൈവിക ജ്ഞാനം നിറയ്ക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.